ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം രാസ പഞ്ചാധ്യായി വർണ്ണനം തുടരുന്നു. ദശമസ്കന്ധം 30-ാം അധ്യായത്തിൽ ഗോപികളുടെ മുന്നിൽ നിന്നും ആ ഭഗവാൻ പെട്ടെന്ന് അന്തർധാനം ചെയ്തതോടുകൂടി അനന്യനാഥകളായ ഗോപികൾ അത്യന്തം പരിതപിക്കുകയാണ്. അന്തർഹിതേ ഭഗവതി സഹസൈവ പ്രജാംഗനാ അതപ്യം സ്തമചക്ഷാണ കരിണ്യ ഇവ യൂഥപം. അവർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല പെട്ടെന്നിങ്ങനെ ശ്രീകൃഷ്ണൻ അന്തർധാനം ചെയ്യും എന്ന്. ആ ശ്രീകൃഷ്ണന്റെ ഓരോ ലീലകളും നർമ്മഭാഷണങ്ങളും ഓർത്ത് അവരങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ഭാവബലത്താൽ തങ്ങളുടെ വ്യക്തിത്വത്തെ നിശേഷം മറന്ന് ആ ഭഗവാന്റെ ഗതി, പ്രേക്ഷണം, ഭാഷണം ഇതിലൊക്കെ തന്മയത്വം പ്രാപിച്ച് ഞാൻ കൃഷ്ണൻ എന്ന ആ ഒരു ഭാവാവസ്ഥയെ പ്രാപിച്ചിരിക്കുകയാണ്. വീണ്ടും ബാഹ്യബോധം വന്നതോടുകൂടി ആ വിരഹതാപം അവരെ വല്ലാതെ ദഹിപ്പിക്കാൻ തുടങ്ങുന്നു. എല്ലാ ഗോപികളും ഉന്മത്തകളെ പോലെ ശ്രീകൃഷ്ണ കല്യാണ ഗുണങ്ങളെ ഉച്ചത്തിൽ കീർത്തിച്ചുകൊണ്ട് വനത്തിലെല്ലാം തേടി നടക്കുകയാണ്. സർവഭൂതങ്ങളുടെയും ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്ന ആ മഹാപുരുഷനെയാണ് കണ്ടുവോ എന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് ഗായന്ത്യ ഉച്ചൈ അമുമേവ സംഹദാ വിജിക്കിരു ഉന്മത്തകവത് വനാദ്വനം ദൃഷ്ടോവ കച്ചിദശ്വത്ഥ പ്ലക്ഷ നിഗ്രോധനോമന നന്ദസൂനുർഗതോ ഹൃത്വാ പ്രേമഹാസാവലോകനൈ കച്ചിൽ കുരബകാശോകനാഗ പുന്നാഗചമ്പക രാമാനുജോ മാനിനീനാമിതോ ദർപ്പഹരസ്മിത കച്ചിത് തുളസി കല്യാണീ ഗോവിന്ദചരണപ്രിയേ സഹത്വാളികുലൈർവിഭ്രൽ ദൃഷ്ടസ്തേതി പ്രിയോച്യുത. അശ്വത്ഥമേ, പ്ലക്ഷമേ, നിഗ്രോധമേ. വൃക്ഷങ്ങളോട് ചോദിക്കുകയാണ് നന്ദകുമാരൻ. പ്രേമഹാസ കടാക്ഷങ്ങളെ കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ അപഹരിച്ചു കൊണ്ടുപോയി ആ ഹൃദയചോരനെ നിങ്ങൾ കണ്ടുവോ? അശോകമേ, നാഗമേ, പുന്നാഗമേ, ചമ്പകമേ. ഗർവിഷ്ഠകളായ ഞങ്ങളുടെ അഹങ്കാരത്തെ സ്മിതമാത്രം കൊണ്ട് ഹരിച്ച ആ ശ്രീകൃഷ്ണൻ ഈ വഴി പോയതായിട്ട് കണ്ടുവോ? ഹേ തുളസി, നീ ഗോവിന്ദചരണപ്രിയയാണല്ലോ. നിന്നെ എപ്പോഴും ധരിക്കുന്ന ആ പ്രാണവല്ലഭനായ അച്യുതനെ കണ്ടുവോ? മല്ലികേ, യൂഥികേ, മാലതി. നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ ഒരുപക്ഷെ ആ ശ്രീമാധവന്റെ കരസ്പർശം നിങ്ങൾക്ക് ലഭിച്ചുവോ എന്ന് തോന്നും. ആ മുകുന്ദൻ ഏതു വഴിയാണ് പോയത് എന്ന് പറഞ്ഞു തരുമോ? ചൂതപ്രിയാളപനസാസന കോവിദാരജംബർക്കബില്ലബകുളാംബ്രകദംബനീപ യേന്യേ പരാർത്ഥഭവകായമുനോപകൂല. ചൂതം, പനസം, ജംബൂവൃക്ഷം, ബില്വം, കദംബം, നീപം. ഈ വൃക്ഷങ്ങളൊക്കെ തന്നെ പരോപകാരികളാണ്. പരോപകാരാർത്ഥമായിട്ടാണ് വൃക്ഷങ്ങളിൽ പൂവും കായുമെല്ലാം ഉണ്ടാവുന്നത്. അവരോട് ചോദിക്കുകയാണ്, പരോപകാരികളായ വൃക്ഷങ്ങളെ നിങ്ങൾ കൃഷ്ണനെ കണ്ടുവോ?
കൃഷ്ണൻ പോയ മാർഗം ഏതെന്ന് പറഞ്ഞു തരൂ. അല്ലയോ ഭൂമിദേവി, അപ്യഘ്രി സംഭവ കിം തേ കൃതം ക്ഷിതിതപോപദ കേശവാഘ്രി സ്പർശോത്സവ ഉൽപ്പുളഹിതാംഗരുഹൈർവിഭാസി. അല്ലയോ ഭൂമിദേവി, ഇതേ കൃഷ്ണൻ തന്നെ മുൻപ് വരാഹമൂർത്തിയായി അവതരിച്ചപ്പോൾ അന്ന് ദേവിയെ ആലിംഗനം ചെയ്തതുകൊണ്ടാണോ, അതോ വാമനാവതാര സമയത്ത് ആ ഭഗവാന്റെ പാദസ്പർശമേറ്റിട്ടാണോ, അതുമല്ല ഇപ്പോൾ ശ്രീകൃഷ്ണനായി അവതരിച്ച ആ ഭഗവാന്റെ പാദസ്പർശം കൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്തെന്നില്ലാതെ പുളകിതയായി രോമാഞ്ചത്തോടുകൂടി ഭൂമിയെ കാണപ്പെടുന്നത്? ഞങ്ങളെല്ലാം തളർന്നു, കൃഷ്ണനെ കാണാതെ പരവശകളായി തീർന്നിരിക്കുന്നു. എവിടെയാണ് കൃഷ്ണൻ പോയത് എന്നൊന്ന് പറയൂ. മാൻപേടകളോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ കൃഷ്ണന്റെ ഒപ്പം ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൂടി ഉണ്ടാവും. ഈ ഭാഗത്ത് വരുമ്പോൾ ആ ശ്രീകൃഷ്ണന്റെ ശരീരത്തിൻ്റെ അതീവമായിട്ടുള്ള സുഗന്ധവും ഒപ്പം തന്നെ ഒരു മുല്ലമാലയുടെ സൗരഭ്യവും ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. നീ എന്താണ് ഒന്നും മിണ്ടാത്തത്? ഇങ്ങനെയെല്ലാം ചോദിച്ചുകൊണ്ടാണ് അവർ മുല്ലവള്ളികളെ കാണുമ്പോൾ അവർ പറയുന്നു, ഇവരെയെല്ലാം ശ്രീകൃഷ്ണൻ സ്പർശിച്ചു, തലോടി, അതുകൊണ്ടാണ് ഈ പൂക്കളെല്ലാം അങ്ങനെ കൊഴിഞ്ഞ് കാണപ്പെടുന്നത്. അങ്ങനെ കൃഷ്ണാന്വേഷണ കാതരകളായി ഉന്മത്തകളെ പോലെ സ്മരണ ചെയ്തും പറഞ്ഞും നടന്ന് ക്രമേണ നടക്കാൻ അശക്തകളായി തീർന്നു. കുറച്ചു സമയം അവിടെ ഇരുന്നു. ശ്രീകൃഷ്ണന്റെ ലീലകളും മന്ദസ്മിതവും കടാക്ഷവും ഇതെല്ലാം ഓർമ്മിച്ചുകൊണ്ട് അനന്യചിത്തകളായി അവരുടെ ആ വിരഹവേദന അസഹ്യമായി തീർന്നു. ധ്യാനത്തിൻ്റെ തീവ്രതയിൽ അവരുടെ വ്യക്തിത്വം മാഞ്ഞുപോയി. തങ്ങൾ കൃഷ്ണൻ തന്നെയാണ് എന്നുള്ള ഭാവമുണ്ടായി. ക്രമേണ കൃഷ്ണലീലകളെ അഭിനയിക്കാൻ തുടങ്ങി അവർ. ആരുഹ്യേക പദാക്രമ്യ ശിരസ്യ ആഹാപരാം നൃപ ദുഷ്ടാഹേ ഗച്ഛ ജാതോഹം ഖലാനാം തന്നു ദണ്ഡദൃ. തത്ര ഏകോ വാചഹേ കോപ ദാവാഗ്നിം പശ്യതോൽബണം ചക്ഷുംഷ്യാശ്വപിതധ്വം വോ വിധാസ്യേ ക്ഷേമമഞ്ജസ. ഒരു ഗോപി കൃഷ്ണനായിട്ടും മറ്റൊരു ഗോപിക പൂതനയായിട്ടും അഭിനയിക്കുന്നു. കൃഷ്ണനായി നടിക്കുന്ന ഗോപിക പൂതനയായി നടിക്കുന്നവളുടെ സ്തന്യത്തെ പാനം ചെയ്യുന്നു. കൃഷ്ണനായി നടിക്കുന്ന ഗോപിക ശകടമായി ആക്രമിക്കാൻ വന്ന ഗോപികയെ പാദപ്രഹരം ചെയ്യുന്നു. മറ്റൊരു ഗോപിക കൈകളും കാൽമുട്ടുകളും കുത്തി ചിലങ്കകളെ ചലിപ്പിച്ചുകൊണ്ട് കൃഷ്ണന്റെ ബാല്യത്തെ അഭിനയിക്കുന്നു. ചില ഗോപികൾ ശ്രീകൃഷ്ണനും ബലരാമനുമായിട്ടും, ചില ഗോപികൾ കൃഷ്ണന്റെ കൂട്ടുകാരായിട്ടുള്ള ഗോപന്മാരായി, മറ്റു ചിലർ പശുക്കുട്ടികളായി, ഇങ്ങനെയെല്ലാം അവർ ബാലലീലകൾ ആടുകയാണ്. ഒത്തുചേർന്നും പാടിയും ആടിയും അവർ പരസ്പരം കളിച്ചും രസിച്ചും ചിലർ നോക്കി നിന്ന് അഭിനന്ദിച്ചു. ഒരു ഗോപിക മറ്റൊരു ഗോപിയുടെ കൈകോർത്ത് പിടിച്ച്
സഖികളെ, കൃഷ്ണനായ എൻ്റെ മനോഹര ഗതിവിലാസം നോക്കൂ എന്ന് പറയുന്നു. മറ്റൊരു ഗോപിക പറയുകയാണ്, ഹേ വ്രജവാസികളെ, നിങ്ങൾ ഈ ഘോരവർഷത്തെയും കാറ്റിനെയും കൊടുങ്കാടിനെയും കാറ്റിനെയും ഭയക്കേണ്ട, രക്ഷകനായി ഞാനുണ്ട്, ഇവിടെ വന്ന് നിന്നുകൊള്ളൂ എന്ന് പറഞ്ഞ് തൻ്റെ ഉത്തരീയത്തെ ചുരുട്ടി ഇടതു കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ച് ഗോവർദ്ധനോദ്ധാരണത്തെ അഭിനയിക്കുന്നു. കൃഷ്ണനായി അഭിനയിച്ച ഒരു ഗോപിക കാളിയനായി നടിക്കുന്ന ഗോപികളുടെ ശിരസിനെ ആക്രമിച്ചുകൊണ്ട് പറയുന്നു, ദുഷ്ടസർപ്പമേ, ജീവനം കൊണ്ട് ദൂരെ പോയിക്കോളൂ. വൃന്ദാവനത്തിൽ ആ രാത്രിയിൽ കൃഷ്ണലീലകളെ അനുകരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഗോപികൾ ഒരു യുവതി കൃഷ്ണനായും മറ്റൊരു ഗോപസ്ത്രീ യശോദയായും മൂന്നാമതൊരു ഗോപസ്ത്രീ ഉരലുമായി യശോദ വികൃതിയായ കൃഷ്ണനെ കയ്യിലുള്ള പൂമാല കൊണ്ട് ഉരലോട് ചേർത്ത് കിട്ടി. കൃഷ്ണൻ ഭയപ്പെട്ടുകൊണ്ടങ്ങനെ മുഖം പൊത്തിക്കരയുന്നു. കുറേ സമയം കൃഷ്ണന്റെ ലീലകളെ അനുകരിച്ച ഗോപസ്ത്രീകളെല്ലാവരും വീണ്ടും കൃഷ്ണാന്വേഷണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഏവം കൃഷ്ണം പൃച്ഛമാനാ വൃന്ദാവനലതാസ്തരുൻ വചക്ഷത മനോദ്ദേശേ പദാനി പരമാത്മന പദാനി വ്യക്തമേതാനി നന്ദസൂനോർ മഹാത്മന. ശ്രീകൃഷ്ണന്റെ തൃക്കാലടിപ്പാടുകൾ ഭൂമിയിൽ തെളിഞ്ഞു കണ്ടു. ആ കാഴ്ച അവരെ ആവേശം കൊള്ളിക്കുകയാണ്. നോക്കൂ, ഇത് ആ നന്ദകുമാരന്റെ തന്നെയാണ്, സംശയമില്ല. ധ്വജം വജ്രം അങ്കുശം യവം സ്വസ്തികം അമൃതകലശം അർദ്ധചന്ദ്രരേഖ മത്സ്യം ഗോഷ്പദം, ഇങ്ങനെയുള്ള രേഖകളെല്ലാം തെളിഞ്ഞു കാണുന്നില്ലേ? ഈ കാലടിപ്പാടുകളെ നോക്കി നോക്കി ഉടൻ കൃഷ്ണനെ കാണാൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടി നടക്കവേ ആ കൽപ്പാടുകൾക്കൊപ്പം തന്നെ മറ്റൊരു കാലടി പാടുകളും കാണുന്നു. അത് ഏതോ ഒരു ഗോപിയുടേതാവാം എന്ന് ചിന്തിക്കുന്ന മറ്റുള്ളവർ സപത്നീ ദുഃഖത്തെ നടിച്ചുകൊണ്ട് പറയുകയാണ്, അനയാ ആരാധിതോ നൂനം ഭഗവാൻ ഹരിരീശ്വര എന്നോ വിഹായ ഗോവിന്ദോ ഗോവിന്ദ പ്രീതോയാമനയദ്ര ധന്യാ അഹോ അമീ ആള്യോ ഗോവിന്ദാംഘ്ര്യബ്ജരേണവ യാൻ ബ്രഹ്മേശോ രമാദേവി ദധുർ മൂഢ്യഘനുത്തയേ. നന്ദകുമാരന്റെ തോളിൽ കൈവച്ച് ആ കൂട്ടുകാരി കൃഷ്ണന്റെ ഒപ്പം നടന്നിട്ടുണ്ടാവാം. ആരായിരിക്കാം അവൾ? ആരായാലും ആ ശ്രീഹരിയെ വേണ്ടതുപോലെ ആരാധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ അവളെ മാത്രം രഹസ്യമായി കൂട്ടിക്കൊണ്ടുപോയത്. മുകുന്ദനെ ആരാധിച്ചവൾ എന്ന അർത്ഥത്താൽ ശുക ബ്രഹ്മർഷി ഇവിടെ സൂചിപ്പിച്ചത് രാധാദേവിയെ തന്നെയാണ്. ആ രാധാദേവിയോടുള്ള, രാധാനാമത്തോടുള്ള അപാരമായ ഭക്തിയാദരവ് കൊണ്ടാണ്. അത് ഉച്ചരിച്ചാൽ തന്നെ ഉച്ചാരണ മാത്രത്താൽ ശ്രീശുക ബ്രഹ്മർഷി സമാധിസ്ഥനായി പോവും. അദ്ദേഹത്തിന് കഥ പറഞ്ഞ് തുടരാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ടാണ് സൂചിപ്പിക്കുക മാത്രം ചെയ്തത്. കൂട്ടുകാരികളെ, ഈ ഗോവിന്ദന്റെ പാദരസുകൾ അതിധന്യം തന്നെയാണ്.
കൃഷ്ണന്റെ ഒപ്പം പോയ ഗോപികയോളം സുഹൃതികളല്ല ഞങ്ങൾ. ആ ഗോവിന്ദ പാദധൂളികളെ ബ്രഹ്മാവും ലക്ഷ്മീദേവിയും ശ്രീപരമേശ്വരനും ആദരപൂർവം ശിരസിൽ ധരിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും സംഭവിച്ചിരിക്കാനിടയുള്ള കൃഷ്ണവിസ്മൃതി എന്ന ദോഷത്തെ അവരില്ലാതെയാക്കുന്നു. ഈ പാദധൂളികളെ ശിരസിൽ ധാരണം ചെയ്യുന്നത് നമുക്കും സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ കൃഷ്ണനോടൊപ്പം ഏകാന്തത്തിൽ ഒരു ഗോപിക മാത്രം ആ കൃഷ്ണന്റെ സാമീപ്യം അനുഭവിക്കുന്നു, സന്തോഷം അനുഭവിക്കുന്നു എന്നോർക്കുമ്പോൾ നമ്മളുടെ മനസ്സ് വല്ലാതെ ക്ഷോഭിക്കുകയാണ്. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകവേ ശ്രീകൃഷ്ണ പാദചിഹ്നങ്ങളുടെ സമീപത്ത് കണ്ട ആ ഗോപികയുടെ കാൽപ്പാടുകൾ കാണാനില്ല. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഗോപിക പറഞ്ഞു, കൃഷ്ണൻ അവളെയും ഉപേക്ഷിച്ചിട്ടുണ്ടാവണം. എന്നാൽ അതല്ല, ശ്യാമസുന്ദരന്റെ പാദമുദ്രകൾ ഇവിടെ താഴ്ന്നു പതിച്ചിരിക്കുകയാണ്. ഇമാന്യധികമഗ്നാനി പദാനി വഹദോവധും ഗോപ്യ പശ്യത കൃഷ്ണസ്യ ഭാരാക്രാന്തസ്യ കാമിന. ഒരുപക്ഷെ ആ ഗോപികയെ തന്റെ തോളിൽ എടുത്തുകൊണ്ട്, തന്റെ ചുമലിൽ എടുത്തതുകൊണ്ടായിരിക്കാം കൃഷ്ണന്റെ പാദമുദ്ര ആഴത്തിൽ പതിഞ്ഞത്. ദാ ഇവിടെ നോക്കൂ, ആ തന്റെ പ്രിയതമയെ താഴെ ഇറക്കിയിട്ട് കൃഷ്ണൻ പൂക്കളെടുത്തിരിക്കുന്നു. പൂക്കൾ പറിക്കാനായി കാലിന്റെ പെരുവിരൽ മാത്രം ഊന്നി നിന്നതായിട്ട് തോന്നും ഇവിടെ. ആ ഗോപിക ധരിച്ച പഴയ പൂക്കൾ കോർത്ത മാലത ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇവിടെ വെച്ചിട്ടാണ് കൃഷ്ണൻ തന്റെ പ്രിയതമയുടെ കേശത്തിൽ പുതിയ പൂക്കളെ ചൂടിക്കൊടുത്തത്. അവരുടെ ആ ഊഹം ശരിയായിരുന്നു. ഒരിക്കലും തന്നെ വിട്ടുപിരിയാത്ത ആഹ്ലാദിനീ ശക്തിയുമായി ഏകാന്ത സ്ഥലങ്ങളിൽ ശ്രീകൃഷ്ണൻ സ്വൈരവിഹാരം ചെയ്തുകൊണ്ടിരുന്നു. മറ്റുള്ളവരെ എല്ലാം ഉപേക്ഷിച്ചപ്പോഴും തന്നെ മാത്രം കൂടെ കൊണ്ടു നടക്കുന്നു എന്നതിനാൽ താൻ മറ്റുള്ളവരെക്കാൾ ഉത്കൃഷ്ടയാണ് എന്ന് ആ ഗോപികയും ചിന്തിച്ചു. ഗർവാന്വിതയായി എനിക്കൊട്ടും നടക്കാൻ കഴിയില്ല, എന്നിങ്ങനെ പറയവേ, എന്നാൽ എൻ്റെ തോളിൽ കയറിക്കോളൂ എന്ന് പറയും ഗോപിക ശ്രീകൃഷ്ണന്റെ തോളിൽ കയറാൻ ശ്രമിച്ചതും വേഗം അവിടെയും ശ്രീകൃഷ്ണൻ മറഞ്ഞു, അന്തർധാനം ചെയ്തു. സ്ത്രീവിലാസാദികളിൽ ഒട്ടും ഭ്രമിക്കുന്നവനല്ല എന്ന് സ്ത്രീജിതരായ അവിവേകികളെ ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ശ്രീകൃഷ്ണൻ തൻ്റെ പ്രാണപ്രയസികളെ വിട്ടുപോയത്. ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് കുറേ ദൂരം ചെന്നപ്പോൾ അവർ കൃഷ്ണനെ പ്രതി വിലപിക്കുന്ന ആ ഗോപികയെ കണ്ടു, അഥവാ രാധയെ കണ്ടു. ആനാഥരമണപ്രേഷ്ട ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമേ സഖേ ദർശയ സന്നിധിം.
അവർ കൃഷ്ണനെ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ വരുമ്പോഴാണ് വിലപിക്കുന്ന ആ ഗോപിക, ഹാ നാഥ രമണ മഹാബാഹോ, അവിടുന്ന് എവിടെ പോയി? ദാസിയായ കൃപണയായ ഇവൾക്ക് ദർശനം തന്നാലും. അത് കണ്ടതോടും മറ്റ് ഗോപികമാരുടെ മാത്സര്യമെല്ലാം പോയി. അവരോട് അനുകമ്പയായി. മറ്റ് ഗോപികമാരോട് അവൾ എല്ലാം പറഞ്ഞു. തൻ്റെ അഹങ്കാരദോഷം കൊണ്ടാണ് തന്നെ കൃഷ്ണൻ ഉപേക്ഷിച്ചത്. തുല്യദുഃഖിതകളായ അവരെല്ലാവരും കൂടി കൃഷ്ണനെ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോഴേക്കും ആ ചന്ദ്രൻ അസ്തമിച്ചു, എങ്ങും അന്ധകാരമായി. എന്നിട്ടും അവർ വ്രജത്തിലേക്ക് മടങ്ങിയില്ല. നിസ്സഹായരായ അവർ ആ യമുനാ തീരത്ത് മടങ്ങി വരികയാണ്. ഗോപികളെല്ലാം വിരഹാഗ്നി കൊണ്ട് വെന്തുരുകയാണ്. ശ്രീകൃഷ്ണന്റെ സാമീപ്യം കൂടാതെയുള്ള ജീവിതം ശുദ്ധശൂന്യമായി അവർക്ക് തോന്നുന്നു. അവർക്കെല്ലാം ഒരു ചിന്തയേ ഉള്ളൂ, ഒന്നേ പറയാനുള്ളൂ, ഒരു കഥയെ കേൾക്കേണ്ടു, ഒരു സ്വരൂപമേ കാണേണ്ടു. ആർക്കും പ്രയത്നം കൊണ്ട് കൃഷ്ണനെ കണ്ടുകിട്ടുക സാധ്യമല്ല എന്ന് ബോധ്യമായി അവർക്ക്. മുൻപുണ്ടായിരുന്ന അല്പം അഹങ്കാരം പോലും വിരഹാഗ്നിയിൽ ദഹിച്ചു ഭസ്മമായി. അവർ സമ്പൂർണമായി ശ്രീകൃഷ്ണനെ ശരണം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഗോപികളെല്ലാം ഒത്തുചേർന്ന് ഏകസ്വരത്തിൽ ആ വൃന്ദാവന അന്തരീക്ഷത്തെ, ത്രിഭുവനത്തെയും കോരിത്തരിപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ കൃഷ്ണകീർത്തനം ചെയ്യാൻ തുടങ്ങി. പുനഃപുളിനമാഗത്യ കാളിന്ത്യ കൃഷ്ണഭാവന സമവേതാ ജഗുകൃഷ്ണം തദാഗമനകാംക്ഷിത എന്നിങ്ങനെ വർണ്ണിച്ചുകൊണ്ടാണ് ദശമസ്കന്ധം രാസപഞ്ചാധ്യായിയിലെ 2-ാം അധ്യായമായിട്ടുള്ള 30-ാം അധ്യായത്തെ സമർപ്പിക്കുന്നത്. നമസ്കാരം. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ.